ആഹാ, എത്ര മനോഹരമാണ് ഒരു ഒട്ടകത്തിൻ്റെ മാപ്പ് മോങ്ങൽ കേൾക്കുവാൻ. PK ശ്രീമതി ടീച്ചറിൻ്റെ കാലിലോട്ട് വീണിട്ട് മാപ്പു നൽകൂ ഗുണനിധേ എന്ന പാട്ടും പാടി കാല് പണ്ട് സവർക്കർ ചെയ്ത പ്രവർത്തനം പോലെ എന്നെ ചട്ടിക്കകത്താക്കരുത്, എത്ര മാപ്പ് വേണോ ഞാൻ തരാം. പാരമ്പര്യം വെച്ചിട്ട് മാപ്പെന്ന് പറയുന്നത് നമുക്കൊരു പുത്തരിയുള്ള കേസല്ല. എങ്ങനെയും പിന്നെ രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഇന്നിപ്പോൾ കണ്ടത്. ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ പച്ച കള്ളം അടിച്ച് വിട്ടിട്ട് അങ്ങ് പോകാമെന്ന് കരുതുകയാണെങ്കിൽ ചർച്ച നയിച്ച അവതാരകൻ ഹാഷ്മി മുതൽ ഒട്ടകം ഗോപാലകൃഷ്ണൻ വരെ പറഞ്ഞതിനൊക്കെയും സാഷ്ടാംഗം വീണ് മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട്. ടീച്ചർ ആരോഗ്യമന്ത്രിയാ. കോടിയേരി ബാലകൃഷ്ണന്റെ മകനും ശ്രീമതി ടീച്ചറുടെ മകനും ചേർന്ന് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ടാക്കി. കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ കൊടുത്തത് ആ മരുന്ന്. തെളിവ് വേണമെങ്കിൽ ദേശാഭിമാനിക്ക് ഞാൻ തരാം. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട പരാതിയാ. ഈ പരാതിയിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഈ മനോജിന് നിഷേധിക്കാൻ പറ്റുമോ? ഈ പരാതിയിൽ ടു ഹും സോ എവർ ഇറ്റ് മേ കൺസേൺ എന്ന് പറഞ്ഞാൽ മനോജിന് മനസ്സിലാവില്ല. കാരണം ആ കാര്യം, ഇത്തരം കാര്യങ്ങൾ മനോജ് മനസ്സിലാക്കിയിട്ടില്ല. മടിയിൽ കനമില്ലാത്തവരെ ആക്ഷേപിച്ചാൽ ഇതാണ് അവസ്ഥ. ചാനലിൽ കുറച്ചു പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവസരം കിട്ടുമ്പോൾ പച്ച കള്ളം വിളിച്ച് പറയുക, ഇതാണല്ലോ പഠിച്ചു വച്ചിരിക്കുന്ന തന്ത്രം. പറഞ്ഞിട്ടങ്ങ് പോകാൻ പറ്റില്ല, പറഞ്ഞ ഊപ്പാട് വരുന്ന സാഹചര്യമുണ്ടാകുമെന്ന് പുറകെ നടന്ന് PK ശ്രീമതി തെളിയിച്ചു കൊടുത്തു. മുമ്പ് ആരോഗ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ CPM മുതിർന്ന വനിതാ നേതാവായിട്ടുള്ള PK ശ്രീമതിയുടെ മകൻ്റെ കമ്പനിയിൽ നിന്നാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലേക്കുള്ള മരുന്നുകൾ പർച്ചേസ് ചെയ്തു എന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരു തെളിവുമില്ലാതെ അവർക്കൊരു മകനുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വച്ചങ്ങ് കാച്ചിയതാണ്. ഇതൊക്കെ ഡയലോഗ് അടിച്ചിട്ട് അങ്ങ് പോയാൽ മതി. ഒരു ചാനൽ ചർച്ചയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറേ പേർ കേട്ട് ഇടതുപക്ഷ നേതാക്കന്മാരെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, അതായിരുന്നു ലക്ഷ്യം. പക്ഷേ വർഷങ്ങൾ കടന്നുപോയാലും ചെയ്തതിനൊക്കെയും ഏറ്റു പറഞ്ഞു ഏത്തമിട്ട് മാപ്പ് പറയുന്നൊരു കാഴ്ച. സംബന്ധിച്ചിടത്തോളം ടീച്ചറുടെ മാനസിക വ്യഥ ഒരു സ്ത്രീ എന്ന നിലയിലും വളരെ വർഷമായി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിലും ഞാൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞതിൽ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടും ഞാൻ ടീച്ചറോട് ഇന്ന് ഖേദം രേഖപ്പെടുത്താം എന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞു. ഞാൻ ഈ കാര്യം കണ്ണൂരിൽ വെച്ച് മീഡിയേഷനിൽ വെച്ച് പറഞ്ഞതാണ്. ടീച്ചർ അതിൽ തൃപ്തിയായില്ല. ടീച്ചർ പറയുന്നത് അത് കുറച്ചുകൂടെ നന്നായി പറയണം. ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ നന്നായി പറയാം. അതുകൊണ്ട് എൻ്റെ കയ്യിൽ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനുള്ള രേഖയില്ലാത്തതുകൊണ്ടും അന്ന് ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വ്യഥ ഉണ്ടായതുകൊണ്ടും ടീച്ചറോട് ഖേദം രേഖപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നു മീഡിയേഷനിൽ. ആ ഖേദം ഞാൻ ഇവിടെ വെച്ച് ടീച്ചറോട് രേഖപ്പെടുത്തുകയാണ്. ഇത്രയും കാലം ഒട്ടക റോസ്റ്റായിരുന്നു, ഇപ്പോൾ റോസ്റ്റൊക്കെ പോയി ഒട്ടക മോങ്ങലെന്നാണ്. കോടതികളുടെ വരാന്തയിൽ പോയി ഒട്ടക മോങ്ങലുകൾ ഇങ്ങനെ അരങ്ങേറുകയാണ്. ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ വിദഗ്ധമായി കള്ളം പറയുന്നവരാണല്ലോ പലപ്പോഴും ചാനൽ ചർച്ചയിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. ആ നിലയ്ക്കാണ് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒട്ടകത്തെ പലപ്പോഴും ചർച്ചയ്ക്ക് വിടുന്നത്. മാതൃഭൂമിയിലെ ആ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു തരികിട മാപ്പിറക്കി രക്ഷപ്പെടാൻ ഒട്ടകം പരിശ്രമിച്ചിരുന്നു. ശ്രീമതി ടീച്ചർ വിടൂ, എവിടെ വിടാൻ? അവർക്കുണ്ടായ ഡാമേജ് ചില്ലറയല്ലല്ലോ. നാടുനീളെ ഇല്ലാത്ത കഥ ഉണ്ട് എന്ന് ഇദ്ദേഹത്തിൻ്റെ വാക്ക് വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ സംഘപരിവാറുകാർ പ്രചരിപ്പിക്കുകയാണ്. കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിൽ സിംഗപ്പൂരിൽ ചെരുപ്പ് കമ്പനി തുടങ്ങി പല തരത്തിലുള്ള പച്ച കള്ളങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നവർ ചാനൽ ചർച്ചകളിൽ അവസരം കിട്ടിയപ്പോൾ സമാനമായി ഒന്ന് തള്ളിയതാണ്. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ആ വിളറി വെളുത്ത് നിൽക്കുന്ന മുഖം നോക്കിയേ. സവർക്കർ പോലും ഇത്രയും പരസ്യമായി ചാനൽ മൈക്കുകളുടെ മുന്നിൽ മാപ്പ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം മാപ്പ് പറയുന്ന സന്ദർഭത്തിൽ അന്ന് ചാനൽ ക്യാമറകളോ മൈക്കുകളോ ഇല്ലാത്തത് കൊണ്ട് ഒട്ടകം ഗോപാലകൃഷ്ണൻ്റെ അത്രത്തോളം നാണം കെടേണ്ടി വന്നിട്ടില്ല. ഇതിപ്പോൾ ശ്രീമതി ടീച്ചറിൻ്റെ ഷൂയിലേക്ക് വീഴുന്ന സന്ദർഭത്തിൽ അന്ന് അദ്ദേഹത്തിൻ്റെ ആചാര്യനായിട്ടുള്ള സവർക്കറിനെ സംബന്ധിക്കുന്നിടത്തോളം ഈ ചാനൽ ക്യാമറകളില്ലാത്ത ഭാഗ്യമായി. 8 തവണ അദ്ദേഹം മാപ്പ് എഴുതിയതിനോളം ഒട്ടകം വരില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് പുതിയ തലമുറയിലുള്ളവരും പെടുമ്പോൾ മാപ്പ് പറയാൻ യാതൊരു ഉളുപ്പുമില്ലാതെ കാലി കെട്ടിപ്പിടിച്ച് വീഴുന്ന ആ കാഴ്ച കേരളത്തിലെ സംഘപരിവാറുകാരുടെ യഥാർത്ഥ മുഖംമൂടിയെ തുറന്നു കാട്ടുകയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് PK ശ്രീമതി ടീച്ചർ കൂടി അവർക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് തനിക്കുണ്ടായ അപകീർത്തിയെ നേരിടാൻ കഴിയുക. ഇത് കണ്ടിട്ടെങ്കിലും ഹാഷ്മിമാരുടെ ജാമ്യത്തിൽ വന്നിരിക്കുന്ന പല പുങ്കവന്മാരും ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ പച്ച കള്ളം അടിസ്ഥാനരഹിതമായി പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാൽ ഹാഷ്മി എങ്ങനെയാണോ കോടതി വരാന്തയിൽ നിന്നത് അതിൻ്റെ ഏറ്റവും ഫൈനൽ വേർഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് ഒരു തുടർക്കഥയായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് എല്ലാവർക്കും നൽകുകയാണ്. ഒട്ടകം ചിലപ്പോൾ ഇന്ന് ഉറങ്ങത്തില്ല.
ഇനി ഈ സങ്കടത്തിൻ്റെ പേരിൽ വല്ല അറ്റ കയ്യും ചെയ്തു കഴിഞ്ഞാൽ ആര് സഹിക്കുമെന്നു. എന്തായാലും PK ശ്രീമതി ടീച്ചർ നിയമ പോരാട്ടത്തിലൂടെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് മാപ്പ് പറയിച്ചതിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ്. ഏതായാലും രണ്ടാം തവണ നമ്മുടെ ഹൈക്കോടതിയിൽ വെച്ച് മീഡിയേഷൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചതിനനുസരിച്ച് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഞാൻ തീർച്ചയായിട്ടും നമ്മളെല്ലാം സഹോദരങ്ങളാണല്ലോ. അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള തെറ്റ് അദ്ദേഹം തന്നെ സ്വയം ഏറ്റുപറഞ്ഞു. അദ്ദേഹം ക്ഷമ ചോദിച്ചു. അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. അത്രയേ അല്ലാതെ അദ്ദേഹത്തിന് ഒരു കേസിൽ കുടുക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ഇതൊന്നും അല്ല. എനിക്കുണ്ടായിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള എൻ്റെ കുടുംബത്തിനും എനിക്കും എൻ്റെ മകനും ഉണ്ടായിട്ടുള്ള വിഷമം വളരെ വലുതായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് മന്ത്രിയായി പിറ്റത്തെ വർഷം കേരളത്തിലെ വളരെ ഏറെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മരുന്ന് വ്യാപാരം തീർത്തും ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അതിന് മുൻപത്തെ ഹെൽത്ത് സർവീസ് ഡയറക്ടർ ജയിലിൽ കിടന്ന അനുഭവം കൂടി ഞാൻ MLA ആയിരുന്ന സന്ദർഭത്തിലാണ് ഹെൽത്ത് സർവീസ് ഡയറക്ടർ ജയിലിൽ കിടക്കേണ്ടി വന്നത് മരുന്ന് നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ട്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതിനെ തുടർന്നാണ് ഞങ്ങൾ പാർട്ടി ആലോചിച്ച് ഒരു മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈനിൽ നമ്മുടെ മരുന്ന് എത്തിക്കാൻ ഹെൽത്ത് സെക്രട്ടറി ചെയർമാനായിട്ട്, ഹെൽത്ത് മിനിസ്റ്റർ പോലും അല്ല, ബൈലോയിൽ ഹെൽത്ത് സെക്രട്ടറി ചെയർമാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ മാത്രമടങ്ങുന്ന ഒരു വലിയ കമ്പനിയാണ് ഉണ്ടാക്കിയത്. ആ കമ്പനിയിലേക്കുള്ള മരുന്ന് എൻ്റെ മകൻ്റെ കമ്പനി മെഡിക്കൽ മരുന്ന് കമ്പനിയിൽ നിന്നാണ് വാങ്ങുന്നത് എന്നുള്ള രീതിയിലാണ് പ്രചരണം വന്നത്. ആ പ്രചരണം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾ ശ്രദ്ധിക്കുന്ന വിധത്തിൽ പ്രമുഖമായ ചാനലുകളിൽ പ്രൈം ടൈമിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ആധികാരികമായി സംസാരിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തെ പോലുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന BJPയുടെ ഒരു നേതാവ് ആ രൂപത്തിൽ പറയുമ്പോൾ ആരും വിശ്വസിച്ചു പോകും. എൻ്റെ മകന് അങ്ങനെയുള്ള ഒരു സ്ഥാപനവും ഇല്ല എന്ന് മാത്രമല്ല ഒരു മെഡിക്കൽ ഷോപ്പ് പോലും ഇല്ലാത്ത ഒരു കുട്ടിയെയാണ് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്നുള്ളത് ആക്ഷേപം ചൊരിഞ്ഞത്. അതുകൊണ്ട് ഇത് കേസിന് പോവുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നെനിക്ക് തോന്നി. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും എന്ത് തന്നെയായാലും എന്ത് വില കൊടുത്തായാലും ഈ തെറ്റായിട്ടുള്ള അസംബന്ധമായ അടിസ്ഥാനമില്ലാത്ത പ്രചരണത്തെ ചോദ്യം ചെയ്യാൻ എത്ര വലിയ ആളായാലും അവർക്കെതിരെ കേസ് കൊടുത്ത് നിയമത്തിൻ്റെ വഴി പോകണം എന്നാലോചിച്ച് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേസ് കൊടുത്തത്. ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ചർച്ച ചെയ്തു. ഞാൻ പറഞ്ഞത് പത്രസമ്മേളനം വിളിച്ച് നിങ്ങൾ പറയണം. ഇപ്പോൾ പത്രസമ്മേളനത്തിലല്ല ഞാൻ പറഞ്ഞത്, ചാനലുകളിലാണ്. അങ്ങനെയാണെങ്കിൽ ചാനലുകളിൽ പ്രത്യേകമായി ഈ പറഞ്ഞ പ്രമുഖമായ ചാനലുകളിലെല്ലാം ഇരുന്ന് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും കൂടി ഉണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് ഒന്നും ശ്രീമതി ടീച്ചറെക്കുറിച്ചോ മോനെക്കുറിച്ചോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ നിരുപാധികം ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നെഴുതിയെങ്കിലും അദ്ദേഹം ഒരു ചാനലിലൂടെ സംസാരിച്ചത് ഒരു ചുരുങ്ങിയ 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തെറ്റിപ്പോയി ശ്രീമതി ടീച്ചറെ സംബന്ധിച്ച് പറഞ്ഞത് ഞാൻ കാര്യമായിട്ട് വേണ്ടത്ര ആലോചിക്കാതെയാണ്, എനിക്ക് വേണ്ടത്ര ഡോക്യുമെൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല, അത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നു, അതുകൊണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ആർക്കും വലിങ്ങനെ മനസ്സിലാകാത്ത വിധത്തിൽ അങ്ങ് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ മാത്രം ലോകം മുഴുവൻ കേൾക്കൂല. പലപ്പോഴും ട്രെയിനുകളിലൊക്കെ വെച്ചിട്ട് എന്നോട് ചോദിക്കും, ടീച്ചറുടെ മകൻ എന്താ ജോലി? മെഡിക്കൽ കമ്പനിയല്ലേ? ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരും അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെ മകന് യഥാർത്ഥത്തിൽ ഒരു ജോലിയുമില്ല, ഒരു ജോലിയും ചെയ്യാത്ത ഒരാളാണ് എൻ്റെ മകൻ. അവനാണ് മെഡിക്കൽ കമ്പനി എന്ന് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഏതായാലും നാട്ടിലെ ലോകത്തിലാകെ ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, എങ്ങനെ ഞാൻ ഈ നിയമത്തിൻ്റെ വഴിയല്ലാണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അദ്ദേഹത്തോട് നന്ദിയുണ്ട്. ഇത്രയും പ്രമുഖമായ ചാനലുകളുടെ എല്ലാം മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നുവെന്നും അദ്ദേഹത്തിന് ഖേദം തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിനോട് എനിക്ക് അതിന് നന്ദിയുണ്ട്. അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറായല്ലോ. ഈ പത്രമാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് ഈ കാര്യം പറയാൻ തയ്യാറായത് നിങ്ങൾ ഇനി അത് കൊടുക്കണം. കാരണം എന്നെക്കുറിച്ച് നിങ്ങൾ 2 ആഴ്ചയും 3 ആഴ്ചയും അത് പറഞ്ഞിട്ടുണ്ട്.
ഇതൊരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർവിത ചർവണമായിട്ട് വീണ്ടും 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 ചാനലുകളിലൂടെ ഇതായിരുന്നു പ്രത്യക്ഷപ്പെടുന്നത് ആ കാലത്ത്. അതിനുശേഷം PT തോമസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, അത് അധികം മുൻപല്ല. എൻ്റെ മോന് ഓക്സിജൻ പ്ലാന്റ് ഉണ്ട് എന്നും കോവിഡ് കാലത്ത് ഓക്സിജൻ സ്വരുക്കൂട്ടിയിട്ട് കുഞ്ഞുങ്ങൾ മരിക്കുന്ന സന്ദർഭത്തിൽ അതെല്ലാം കരിഞ്ചന്തയിൽ വിൽക്കാനുള്ള ഏർപ്പാടാണ് എന്നും പറഞ്ഞു എന്ന് മരിച്ചുപോയ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയേണ്ടി വന്നു. അദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ പാലക്കാടോ മറ്റോ ഏതോ ഒരു നമ്പ്യാർക്ക് ഒരു ഓക്സിജൻ പ്ലാന്റ് ഉണ്ട്, അത് മറ്റാരോ പറഞ്ഞു കേട്ട് അത് എൻ്റെ പേരിലാക്കി. ഞാൻ ഈ കേരളത്തിനകത്ത് ഈ 10-40 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു 10 രൂപയുടെ പ്രോപ്പർട്ടി എൻ്റെ പിതൃസ്വത്തും അല്ലെങ്കിൽ എൻ്റെ കുടുംബസ്വത്തും അല്ലാത്ത ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഈ കേരളത്തിലോ ഇന്ത്യയിലോ എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഇല്ല എന്നുള്ളത് പറയേണ്ട കാര്യമാണല്ലോ അത്. അങ്ങനെ ഞാൻ ഈ മണ്ണിൽ ഒരു 10 രൂപയുടെ അധിക സ്വത്ത് ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസ് ഇവിടെയൊന്നും ഒന്നുകിലും ഒരു ഫ്ലാറ്റ് വാങ്ങിയ ആളല്ല. പക്ഷേ പലരും ഇപ്പോൾ ഈ ട്രെയിനിൽ ചോദിക്കും, ടീച്ചറുടെ മോന് മെഡിക്കൽ കമ്പനിയല്ലേ? ഈ മെഡിക്കൽ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നാണ് വിചാരിക്കുന്നത്? ഒരു ട്രെയിനിങ് നടത്തുന്ന ഒരു സംവിധാനമായിരുന്നു, അതെല്ലാം പൊളിഞ്ഞുപോയി. മറ്റേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അഗ്നിപഥമൊക്കെ വന്നപ്പോഴത്തേക്ക് അതും ഇല്ലാണ്ടായി. ഇപ്പോൾ അവൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ആവട്ടെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ PT തോമസ് പറഞ്ഞത് എനിക്ക് വളരെ ഖേദമുണ്ടായിരുന്നു. ഞാൻ ഇലക്ഷന് പോലും അത് ആരോടും പറഞ്ഞിട്ടില്ല, പ്രചരണത്തിന് വേണ്ടി. കാരണം അദ്ദേഹം അന്ന് ക്യാൻസർ ബാധിതനായി മരിച്ചുപോയി. അത്തരമൊരു സന്ദർഭത്തിൽ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ അവസാനം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. വസ്തുതകൾ മനസ്സിലാക്കാതെ, യാഥാർത്ഥ്യം എന്താണ്, സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ അപമാനപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രസ്താവനകൾ നമ്മുടെ ചാനലുകളിലൂടെ ചർച്ച നടത്തുമ്പോൾ ഇരുന്ന് പറയുന്നത് ഒരാൾക്കും ഭൂഷണമല്ല. വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന വർത്താനം അങ്ങനെയുണ്ട്, അത് വളരെ ഹാനികരമാണ്. വ്യക്തിയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അതാണ് എന്നെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ നീണ്ട വർഷം ഈ നിയമ പോരാട്ടത്തിന് എനിക്ക് ഒരുങ്ങേണ്ടി വന്നത്. ഏതായാലും അവസാനം ഹൈക്കോടതിയിൽ നമ്മുടെ മീഡിയേറ്റർ അരുണിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇതിങ്ങനെ വേണം. പത്രമാധ്യമ സുഹൃത്തുക്കളുടെ മുൻപാകെ വെച്ച് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണന് പറ്റിയിട്ടുള്ള പെശക് അത് കരുതിക്കൂട്ടിയാണോ അല്ലയോ എന്നുള്ളതല്ല, വന്നിട്ടുള്ള പെശക് അദ്ദേഹം തിരുത്തി, അദ്ദേഹം ക്ഷമ ചോദിച്ചു. അത് മീഡിയേറ്റർ എഴുതിയിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ കേസ് ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അരുൺ എന്നെ വളരെയധികം ഇക്കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. എനിക്കതിൽ അരുണിനോടും അരുണിൻ്റെ ജൂനിയേഴ്സിനോടൊക്കെ വളരെയധികം നന്ദിയുണ്ട്. നന്ദി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹപ്രവർത്തകരാണ്. എന്നാൽ പോലും എൻ്റെ മനസ്സിലുള്ള ആ ഒരു സന്തോഷം ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇനി ആർക്കും ഇത്തരത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീകളോട്, രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളോട് ഈ രൂപത്തിൽ പെരുമാറരുത് ആരും. കാരണം വെറുതെ വേണ്ടാത്ത അധിക്ഷേപങ്ങൾ ചൊരിയുന്ന ഒരു ശീലം രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും മറ്റുള്ള രംഗത്തായാലും ഉണ്ടാവരുത്. അത് ആരുടെ നേർക്കായാലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. ഏതായാലും ഈ ഒരു കാര്യത്തിൽ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നേരിട്ട് വന്ന് തീരുമാനിച്ചതിനനുസരിച്ച് പറഞ്ഞതിനോട് ഒരിക്കൽ കൂടി അദ്ദേഹത്തോട് ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നത്.